ഇത് രാജനാ. കടുപ്പ് ഇത്തിരി കൂടുതലാ, അകത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പോകാൻ നോക്കുക. തന്റെ കണക്ക് ശാസ്ത്രം കേട്ട് കാത്തു നിന്നാലേ ഇപ്പൊ തന്നെ എല്ലാം തെറ്റി. അതപ്പൊ നന്നായത്. ശാസ്ത്രപാരം കാണുന്നത് ഞാൻ പറയണം. താൻ വലിയൊരു എക്സ്പെർട്ട്. ഫോളോ അവിടുന്ന്. പിന്നെ നിങ്ങളുടെ സൗകര്യത്തിന് മാഷ് ഞാൻ കൊന്നു തരണം. അതപ്പൊ നന്നായത്. വേഗം പുറപ്പെടാന്നോ? ഇനി ഇവിടെ കാത്തു കെട്ടി നിന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ പോയ ട്രാൻസ്പോർട്ട് കിട്ടും. ഏട്ടത്തെയും കുറച്ചു കഴിയുമ്പോ പുറപ്പെടാറായി. നമ്മളെ വിട്ടിട്ട് പോകാൻ പറയാം. അവർക്കതൊരു വലിയ വളവല്ലല്ലോ. കാറിലല്ലോ എന്നും നമ്മുടെ യാത്ര. നീ വേഗം റെഡിയാവുന്നുണ്ടോ? എങ്ങനെ പോയാലും ഡിന്നറും തേങ്ങാക്കൊലം എല്ലാം കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. നാശം. എന്നോട് എന്തിനാ അതിന് ചാടി കയറുന്നത്? മനുഷ്യാവസ്ഥയല്ലേ, അങ്ങനെയൊക്കെ വരും. എല്ലാവർക്കും ഞാനൊരു നിസാറിന് ഇവിടെ. നിനക്കും നിന്റെ ഏട്ടനുണ്ടല്ലോ, ആ പ്രമാണി. അയാളുടെ ഭാവം എന്താ? ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു കാശുകാരന് മോളെ കിട്ടി 4:45 കണ്ടപ്പോ അയാളുടെ ഭാവം എന്താ? ഞാനൊക്കെ വെറും കൃമി, അയാളൊരു ചറ്റ. നിന്റെ അച്ഛൻ അതിലേറെ വലിയ ചറ്റ. നിങ്ങളുടെ തറവാട്ടുകാർ മുഴുവൻ കൂടി ഞങ്ങളുടെ രോഗത്തിന്റെ വിലയില്ല. ചിലക്കാണ്ട് ഒരു ഭാഗത്തിരിക്കാൻ നല്ലത്. അധികം പറഞ്ഞാ ഞാൻ സൂക്കേടൊക്കെ മാറിയിട്ട് അച്ഛൻ അങ്ങോട്ട് വരണം. കണ്ണിന്റെ ഓപ്പറേഷന് അവിടെ ഞങ്ങൾ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യാം. കുട്ടികളെയും കൂട്ടി അടുത്ത ദിവസം വരാച്ച. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നടക്കട്ടെ അച്ഛ, ഏടത്തി വഴിക്ക് ഞങ്ങളെ വിട്ടോളും. ഇറങ്ങട്ടെ ഏട്ടാ. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വാ നടക്ക. ചില്ലറയില്ല, ഇനി വരുമ്പോഴാവട്ടെ. അതപ്പൊ നന്നായത്. അല്ല, അലിയെ നല്ലൊരു എന്താ വേണ്ടത്? എന്തോ പറയാൻ വരുന്നുണ്ട്. അച്ഛൻ സംസാരിക്കാൻ ശ്രമിക്കണ്ട, അനങ്ങാതെ കിടക്കും. ഇപ്പൊ കുറച്ച് സുഖമുണ്ടല്ലോ. ഞാനൊന്ന് പുറത്തു പോയി വന്നല്ലോ. പോയാ പിന്നെ കുടിച്ച് ബോധമില്ലാതെ കിടക്കണോടത്തുനിന്ന് നിന്നെ താങ്ങിക്കൊണ്ട് വരേണ്ടി വരും. എപ്പോഴേക്കും പോകണ്ട. പോയവരുടെ കയ്യിൽ നിന്ന് എന്തോ ചില്ലുവാനം കിട്ടിയിട്ടുണ്ടല്ലോ, അതിന് വെപ്രോളമാണിത്. പോയി അടക്കളപ്പണി ഓടി നോക്ക്. അകത്ത് സഹായത്തിന് ഇപ്പൊ ഒരാളും ഇല്ലല്ലോ, അതാണൊരു വിഷമം. അവൾക്ക് ജോലിയില്ലേ? വെറുതെ എന്തിനാ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എന്താ പറഞ്ഞത്? മാഷെന്താ പറഞ്ഞത്? അമ്മുക്കുട്ടി വരും, ഞാൻ പറഞ്ഞു. ആരാ ചാമുക്കുട്ടി? അച്ഛനരെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. വരൂ. എപ്പോഴും തിരക്ക് തന്നെ. ഇപ്പൊ പോരാഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? മാഷക്ക് സുഖമില്ല എന്നുള്ള വിവരം അറിഞ്ഞു. അവിടുത്തെ സ്ഥിതി ആകെ പരിഗണില്ല. കാശിനോ പണത്തിന്റെയോ കുറവല്ല, ഒന്നിനും ആളില്ല. എല്ലാവരും വന്നെന്നാരോ പറഞ്ഞു. വന്നു, മോഹം കാണിച്ചു, പോവുകയും ചെയ്തു. അടുത്ത സഹായത്തിന് അവനവന്റെ മക്കളോ മരുമക്കളോ ആരെങ്കിലും തന്നെ വേണ്ടേ? അതിനെപ്പോ ആളില്ലാത്തത്. ജമ്മം ചെയ്ത സുഹൃതം. ഇപ്പൊ അമ്മാവൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. സംസാരിക്കാറായപ്പോ ആദ്യം ചോദിച്ചത് അമ്മുക്കുട്ടി എത്തിയോന്നാണ്. കുട്ടി, കണ്ണ് പോയാല് കണ്ണിന്റെ കാഴ്ച അറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇപ്പൊ മാഷക്ക് അത് ബോധ്യമായിട്ടുണ്ടാവും. അമ്മുക്കുട്ടി പോണോന്ന് ഞാൻ നിർബന്ധിക്കില്ല. വയസ്സായ ആളുകൾക്ക് ഇനി എത്ര ദിവസമാണെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. അവരുടെ ഒരു മനസ്സാവാൻ വേണ്ട. മനസ്താപം ഒന്നും പറയണ്ട, ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്നോട് മാഷ് പറഞ്ഞു, ഞാൻ വന്നു. കഴിഞ്ഞതിനെ പറ്റി ഇപ്പൊ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അമ്മുക്കുട്ടിക്ക് എന്താ ഇപ്പൊ അതുകൊണ്ട്? ഒരു ദുഃഖം എനിക്കില്ല. ഇരിക്കൂ. വഴി നടന്നു വന്നിട്ട്. വേണ്ട, വേറെയും തിരക്കുണ്ട്. അവിടെ ചെല്ലുമ്പോ മാഷ് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയേണ്ടത്? അച്ഛന്മാർ നടന്നോളൂ, ഞാൻ